DDC-യിൽ പോവാ ബ്ലഡ് ടെസ്റ്റിന്. ഫുൾ ബ്ലഡ് ടെസ്റ്റ് എല്ലാ ടെസ്റ്റുകൾക്കും എനിക്ക് വിധേയമാവാറുണ്ട്. അസിഡിറ്റിക്ക് ശേഷം ഡോക്ടർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ മേടിച്ച പുതിയ മുണ്ട് ഇഷ്ടപ്പെട്ടോ? ചേച്ചി വാട്സപ്പിൽ കണ്ടോണ്ട് പറയാഞ്ഞെന്ന് പറയും. നമ്മൾ അറിഞ്ഞില്ലായിരുന്നു മാലിഗ്നന്റ് ആയിട്ട് ഇരിക്കുവായിരുന്നു. അത് നമ്മൾ ആ പകുതി തൊലിയുള്ളത് എടുത്തോണ്ട് പോരെ. ഇപ്പൊ നിര്യാതരായത് പറയണതല്ലേ എല്ലാവർക്കും തമാശ. ഈ ഒരു സാധനം കണ്ടിട്ടുണ്ടോ? കൊടയാണോടി? ഒരു കൊട മേടിച്ചതിന്റെ ക്ഷീണം മാറിയിട്ട്. അയ്യോ, ഇന്നാളൊരു വീഡിയോയിൽ ആരോ പറഞ്ഞു മൂക്കന്ന ഉരച്ചേച്ച് കൈ കൊണ്ട് തൊട്ടുന്നു. എനിക്കൊരു ഐഡിയ ഇല്ലേ തന്നെ. DDC-യിൽ പോവാ ബ്ലഡ് ടെസ്റ്റിന്. ഇനിയിപ്പോ റൊട്ടീൻ ചെക്കപ്പ് ആണ് കേട്ടോ, അല്ലാതെ സ്പെഷ്യൽ ആയിട്ടൊന്നും അല്ല. ഒരു വർഷം 2 പ്രാവശ്യം ഫുൾ ബ്ലഡ് ടെസ്റ്റ് എല്ലാ ടെസ്റ്റുകൾക്കും എനിക്ക് വിധേയമാവാറുണ്ട് വയറിന് അസിഡിറ്റി വന്നതിന് ശേഷം. അത് 2 പ്രാവശ്യം 6 മാസം കൂടുമ്പോൾ മെഡിക്കൽ ട്രസ്റ്റിലെ ഒരു ഡോക്ടറെയാണ് കാണുന്നത്. ഡോക്ടറെ കൺസൾട്ട് ചെയ്യാറുണ്ട്. അപ്പൊ ഈ പ്രാവശ്യം ചെന്ന് കഴിഞ്ഞാൽ ഡേറ്റ് ഫിക്സ് ചെയ്യും 6 മാസത്തേക്കുള്ള. അപ്പൊ അന്നേരം ഒരു ചാർട്ട് തരുവയില് റുട്ടീൻ ചെക്കപ്പുകളൊക്കെ എടുത്ത് ഷുഗർ, കൊളസ്ട്രോള്, പിന്നെ അങ്ങനെയുള്ള എല്ലാ സംഗതികളും, തൈറോയിഡിന്റെ ടെസ്റ്റ്, അങ്ങനെ എല്ലാ ടെസ്റ്റുകളും എടുത്ത് വെച്ച് ബ്ലഡ് കൗണ്ട് എല്ലാം നോക്കി വെച്ച് നമ്മൾ ചെല്ലണം. അപ്പം അതിന് രാവിലെ ഫാസ്റ്റിങ്ങിൽ എടുക്കും. ഇനിയിപ്പോൾ ആഫ്റ്റർ ഫുഡും കൂടെ എടുക്കണം. അത് കഴിഞ്ഞിട്ട് വരാനാണ്. ഇപ്പം 11 മണിക്ക് വരണം. അതെ, അതുകൊണ്ടാണ് ഇനി പോവാ. റൊട്ടീൻ ഇതാണ്. ഗേറ്റ് തുറന്നോ? ഗേറ്റ് തുറന്ന് കാലത്തെ ഇട്ടിട്ട് പിന്നെ അടച്ചില്ല. അപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളാരും ഭയപ്പെടണ്ട. അസിഡിറ്റിക്ക് ശേഷം ഡോക്ടർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇടയ്ക്കൊന്ന് ചെക്കപ്പ് ചെയ്യണ ഈ ഫോളോ അപ്പ് നല്ലതാണ്. അതുകൊണ്ട് പോണതാട്ടോ. അപ്പോൾ ഓക്കെ ഓക്കെ ഓക്കെ, വേഗം വിട്ടോ. അപ്പ അവിടെ റെഡിയായി. എല്ലാ ടൈമും കറക്റ്റ് ആയിരിക്കണം. ഓക്കെ, ബൈ ബൈ. പോയിട്ട് എന്തായി? പോയി ഇതേ ബ്ലഡ് എടുത്തു. ഓ, ഇപ്പൊ അവിടെ ചെന്നപ്പോ ഒരു സബ്സ്ക്രൈബറെ കണ്ടുമുട്ടി. ഓ, മെഡിക്കൽ ട്രസ്റ്റിലെ തന്നെ പേഷ്യന്റ്. അപ്പൊ പുള്ളിക്കാരത്തി ഇടയ്ക്ക് ചെക്കപ്പിന് പോണാന്ന് പറഞ്ഞു. പുള്ളിക്കാരും ബ്ലഡൊക്കെ എടുക്കാനായിട്ട് വന്നത്. ഭയങ്കര സന്തോഷമായി. വർത്താനം പറഞ്ഞു കുറച്ചു നേരം. ഇപ്പൊ വ്ളോഗ് കാണാനൊക്കെ വലിയ സന്തോഷം, സമയം പോവാൻ. അപ്പൊ അങ്ങനെ ഇപ്പൊ ഇനി പോട്ടെ, ഡ്രസ്സ് മാറട്ടെ, എന്നിട്ട് കുക്കിംഗ് തുടങ്ങണം. ഓക്കെ, കുഞ്ഞുടേച്ചിനെ കണ്ട് പഴിക്ക് വെച്ച് തീരെ പാടില്ല. കാല് നാളെ ഇതില് വരാന്ന് പറഞ്ഞു. പണിയാനല്ല, ഇല്ലേ വരാന്ന് പറഞ്ഞു. നാളെ പള്ളി കഴിഞ്ഞ് നിൽക്കുക. ഇങ്ങനെ ഇങ്ങനെ തൊങ്ങി തൊങ്ങി നടക്കണം. ആണോ? ചതവാന്ന് എളിക്ക്. ഓ, പണിയാണല്ലോ. വേറൊരു ചേച്ചീനെ കൊണ്ട് വരാന്ന്. വീണോ? കിണറിന്റെ അവിടെ വീണത്. അവിടെ അവരുടെ വീട്ടിൽ. അത് ഭയങ്കര പെയിനാണ്. മരുന്ന് കഴിച്ചിരിക്കുവൊക്കെ. അതാ 1-1.5 വരാത്ത. ഇടയ്ക്ക് വിളിക്കാറുണ്ടല്ലോ. പിന്നെ ഓക്കെ, നീ മാറി എടുത്തേ. അപ്പക്ക് കാറിടാനൊക്കെ സ്ഥലം കിട്ടിയോ? പിന്നെ ഞായറായതുകൊണ്ട് ബാഗൊക്കെ മറക്കാല്ലോ. മാമ്പഴ സീസൺ കഴിഞ്ഞു എന്ന് ഓർത്ത് വിഷമിച്ചിരിക്കുകയായിരുന്നു. അന്നേരം വീണ്ടും കിട്ടി. ആ, മാമ്പഴം അങ്ങ് കഴിച്ച് ശീലിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ ആ സീസൺ കഴിയുമ്പോ ഒരു വിഷമാണ്. പിന്നെ കഴിക്കാൻ ഒരു ടെംപ്ടേഷനാണ്. അതെ അതെ അതെ. പിന്നെ മാമ്പഴത്തിന് മിസ് ചെയ്യും. അതാണ് ഇതിന്റെ ഒരു കുഴപ്പം. ബംഗനംപിള്ളിക്ക് 55 രൂപയുള്ളെന്ന്. എനിക്ക് ഇഷ്ടമല്ല അത്, വെള്ളച്ചോയ. മല്ലിക നല്ലതാ. മല്ലിക നല്ലതാ. പക്ഷെ ഇന്നാണ് മല്ലിക കൊണ്ടുവന്നത്. കേടായിരുന്നു. പിന്നെ ഞാൻ മേടിച്ചില്ല. വേണ്ട, അത് ഒന്നാമത് സീസൺ കഴിഞ്ഞുകൊണ്ട് അവര് എന്തെങ്കിലുമൊക്കെ ചിലപ്പോ ഇട്ട്. ഇന്നാള് തറവാട്ടിൽ ദീപിച്ചേട്ടൻ, ഞാൻ പറഞ്ഞില്ലേ, ദീപു പറഞ്ഞത് പുറത്ത് പോയായിരുന്നപ്പ പസന്ത് കഴിച്ചിട്ട് വയറ് പണി തന്നു. അത് അവര് ട്രിപ്പ് പോയതാ. ജപ്പാൻ അങ്ങോട്ട് പോയില്ലേ അവര്. അവിടെ വെച്ച് രാവിലെ ഒരു വലിയ മാങ്ങയായിരുന്നു കുഞ്ഞുൻ്റെ അച്ഛൻ. അത് ചെത്തിയ തിന്നു. 1 മണിക്കൂർ കഴിഞ്ഞപ്പോ വയറിന് നോവ് തുടങ്ങി. എല്ലാം ഇപ്പൊ പ്രശ്നമാണ്. വീട്ടിലുണ്ടാവണ പോകുമ്പോഴാണ് പിന്നെ ആ പ്രശ്നമില്ല. ഇത് ജെസ്സി ആന്റിയുടെ ആട്ടോ, നീലം കൊണ്ടുവന്നത് അവിടെ നിന്ന്. പക്ഷെ ഇതെല്ലാം തീർന്നു കഴിയുമ്പോഴാ പ്രശ്നം. ജെസ്സി ആന്റി എറണാകുളത്താണെങ്കിലും ജെസ്സി ആന്റിയുടെ പറമ്പിൽ മാങ്ങ, ചക്ക, കപ്പങ്ങ എല്ലാ സംഗതിയുണ്ട്. ഈ സാധനം കഴിച്ചിരുന്ന സമയമൊക്കെ നമ്മൾ ഓർത്ത് ആ സ്പേസ് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റില്ല. വേറെ ഫ്രൂട്ട്സ് ഇപ്പൊ ഉണ്ടാവൂലല്ലോ മഴക്കാലത്ത്. പിന്നെ അധികം ഫ്രൂട്ട്സ് ഇല്ലല്ലോ. ഇല്ല. പിന്നെ ആപ്പിളിന്റെ ഒക്കെ സീസൺ വരുമെന്ന് തോന്നുന്നു. എന്നാലും ഇതിന്റെ ഒന്നും ഒരു അത്ര രസമില്ല. അതാണ് ആൾക്കാർക്ക് മാമ്പഴം വലിയ ഇഷ്ടാന്ന് പറയണേ. മാമ്പഴം ചേർത്ത് പുട്ട് കഴിക്കും. ഞാൻ ഇന്നാളെ ഏതോ വീഡിയോ കണ്ടായിരുന്നു. ഞാനും കഴിച്ചിട്ടുണ്ട്. എനിക്ക് ഇവിടെ കൊണ്ട് കഴിച്ചതാ. മുഴുവൻ പുളിയിരുന്നോ? ഇട്ടാരെ 2 പേരും കൂടെ അങ്ങ് തിന്നോന്നോ. ഇഷ്ടം.
ഇന്നലെ വിളിച്ചപ്പോൾ ജെസ്സി ആൻറ്റി ചോദിച്ചു മാങ്ങ പഴുത്തോ പുളിയോ പുഴുവോ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു പുളി കേടൊന്നുമില്ല, മധുരമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഇച്ചിരി മൂപ്പ് കുറവായിട്ട് അത് പറിച്ച് വെച്ച് തിളച്ച വെള്ളത്തിലേക്ക് ഉപ്പിട്ടേച്ച് അപ്പം ഇവിടെ ചെയ്യും പോലെ ഒരു 5 മിനിറ്റ് എങ്ങാണ്ട് വെള്ളത്തിൽ 10 മിനിറ്റ് ഇട്ടേച്ച് ജെസ്സി ആൻറ്റി അത് കഴുകി എടുത്ത് തുടച്ച് എടുത്തേച്ചാണ് ഇങ്ങോട്ട് വീട്ടിലേക്കും കൊടുത്തയച്ചത് സുബിയുടെ കൂടെ വിട്ടത്. അപ്പം ഞാൻ പറഞ്ഞു കേടൊന്നുമില്ല എന്ന് പറഞ്ഞു. അതേ മധുര. ഇനി ഫോർക്ക് എടുത്തുകൊണ്ട് വരിക, കഴിക്കുക. ഓക്കെ. ഇനിയിപ്പം നീ പറഞ്ഞ പോലെ 2 ദിവസം കൂടെ കഴിഞ്ഞാൽ ഇതൊക്കെ മെമ്മറിയിൽ. അതെ, അതാണൊരു പ്രശ്നം. മാമ്പഴം കഴിച്ചിരുന്ന ആ സ്പേസ് ഫില്ല് ചെയ്യാൻ വേറെ ഒരു ഫ്രൂട്ട്സിനും പറ്റില്ല. ഈവൻ ചക്കപ്പഴം വരെ നമ്മളൊന്നും മറക്കാൻ ശ്രമിക്കും, പക്ഷെ മാമ്പഴത്തിന് അത് അങ്ങനെ പറ്റണില്ല. വെറുതെ എല്ലാ ആൾക്കാരും മാമ്പഴം ഇത്ര ഇഷ്ടപ്പെടുന്നത്. അപ്പ എന്നാ പുതിയ മുണ്ട് കൊടുക്കാഞ്ഞ്? ഞാൻ മേടിച്ച പുതിയ മുണ്ട് ഇഷ്ടപ്പെട്ടോ? പിന്നെ ഞാൻ കണ്ടത് ഈ വയലറ്റ് കളറാ. ഈ കളറില് അതുപോലെ ചെറിയ ചെറിയ ലൈൻസ്, ഇതുപോലെ വീതിയില്ല, കുഞ്ഞു ലൈൻസ്. അതും നല്ലതായിരുന്നു, പക്ഷെ അത് കോമൺ ആയതുകൊണ്ട് അത് മേടിക്കായിരുന്നു. അപ്പയ്ക്ക് അവിടെ മണ്ണെണ്ണക്കുപ്പി ഇരിപ്പുണ്ട്, ചോദിക്കണ്ടേ പൈസ എടുത്തോന്ന് ചോദിച്ചേ മേശയെന്ന് മറ്റവർക്ക് കൊടുക്കാനുള്ള. അമ്മയുടെ ആയുധങ്ങളാ. കത്തി അങ്ങനെ പുറത്ത് വെക്കരുത് ഒരിക്കലും. എല്ലാ വരുന്നവരൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കണ്ട് ഉണ്ടാക്കും. പോയിട്ട് എപ്പോ വരും? 1 മണിക്ക്. ഗ്രോസറി ഷോപ്പിംഗ് ഉണ്ടോ? മീൻ മീനിപ്പോ ഉണ്ടോ നല്ലതൊക്കെ? കുറവാണ്. മീന് വറുതെയാണ്. ജൂൺ ജൂലൈ ആവണം. ഇനിയിപ്പോ 9-ാം തീയതി മുതൽ ട്രോളിങ് തുടങ്ങും. 9-ാം തീയതി അല്ലേ തുടങ്ങണേ? അപ്പൊ വറുതിയാ. 45 ദിവസം. അപ്പൊ പിന്നെ ഇനി കിട്ടൂലല്ലോ. ട്രോളിങ് ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ ഇന്ന് കിട്ടാതില്ല. വരുന്ന 9-ാം തീയതി മുതൽ, ജൂൺ 9 മുതൽ പ്രജനന കാലം. പക്ഷെ ആ സമയത്താണ്, ജൂൺ ജൂലൈ മാസമാണ് മീൻ ധാരാളം വരുന്നത്. മഴ അങ്ങ് തുടങ്ങിയാലേ മീനുകൾക്ക് ഭയങ്കര ആഹ്ലാദമാണ്. തുള്ളിക്കളിച്ചിങ്ങനെ വരും. മഴ പെയ്യോ? തൊലി മുഴുവനുള്ളതല്ല, തൊലി മുഴുവനും കളഞ്ഞതുണ്ടെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ പകുതി തൊലിയുള്ളത്. അന്നാ പകുതി തൊലിയുള്ളത് എടുത്തോണ്ട് പോരെ. അത് ഫ്രഷായിട്ട് തോന്നി, അതുകൊണ്ടാ പറഞ്ഞത്. ശരി. ശരി. എന്തിനാ അപ്പ വിളിച്ച എന്തിനാന്ന് വെച്ചാൽ ഞാൻ പീനട്ട് മേടിക്കാൻ പറഞ്ഞായിരുന്നു, ചുമ്മാ കുറിക്കാന്ന് ഓർത്ത്. അപ്പൊ ജയ ബേക്കറി ഒന്ന് മേടിക്കുന്ന ആള് കേക്കിന്റെ ഇത് നോക്കാൻ പോയപ്പോ കണ്ടായിരുന്നു. അപ്പൊ തൊലി കളഞ്ഞത് പാക്കറ്റിലുണ്ട്, തൊലി കളയാത്തതും ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു തൊലി കളഞ്ഞ് ഫുള്ളായിട്ട് അതിൽ തൊലി തന്നെ കിടക്കുവാന്ന് പറഞ്ഞു. അത് എടുത്തോ, കളയാത്തത് വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ അത് വേണ്ട. അപ്പൊ ഏതാ വേണ്ടേന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. അപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു പാലെടുക്കുമ്പോ അതും ഒരു പാക്കറ്റ് എടുത്തോണ്ട് പോരാൻ. അപ്പൊ അതിനു വേണ്ടി വിളിച്ചതാ. ഓക്കേ. ഈ മരവും അതുപോലെ ഇതും അതുപോലെ വെട്ടാൻ പോത് വന്നതിനതാ പോത് വന്ന് അവിടെ വെള്ളം ഇറങ്ങി ഇങ്ങോട്ട് ചെരിഞ്ഞു, നന്നായിട്ട് ചെരിഞ്ഞു. അത് അവിടെ തെങ്ങ് നിൽക്കണം, അപ്പറേ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ആഞ്ഞിലി നിൽക്കണം. അപ്പൊ അതിന് വളയാതെ നിവൃത്തിയില്ലാതെ വന്നു. അപ്പൊ വളഞ്ഞ് പ്രശ്നം വരാൻ പോണേനെന്ന് വെച്ചാൽ മറിഞ്ഞു കഴിഞ്ഞാൽ കിണറ്റിന്റെ അങ്ങോട്ടായിരിക്കും. പിന്നെ ഇവിടെയുള്ള സംഗതികളെല്ലാം പ്രശ്നമാവും. മിറ്റം കെട്ടിയത്, കിണറിന്റെ റിങ്, ഇതെല്ലാം പ്രശ്നമാവും. അത് അപ്പോ കാറ്റ് വരുമ്പോ ഇങ്ങനെ കറങ്ങിയാ അത് വീശുന്ന. ചുമ്മാ ജനലടച്ചകത്തിരുന്നിട്ട് വരില്ല. അപ്പൊ ഇവനും ഓർമ്മയാവും. അങ്ങനെ സാധനങ്ങളൊക്കെ ആയിട്ട് അപ്പ വന്നു. ഞാൻ 2 ഫോണിലായിട്ടാണ് കേട്ടോ വീഡിയോ എടുത്തത്. അപ്പോൾ അതുകൊണ്ട് എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോണിൽ മൈക്ക് ഓൾറെഡി കണക്റ്റഡ് ആയിരുന്നു. അപ്പം ഞാൻ വേറെ ഫോണിൽ വീഡിയോ എടുത്തപ്പോഴേക്കും ആ കണക്ഷൻ മാറ്റി ഇതിലേക്ക് മാറ്റാനായിട്ട് ഞാൻ വിട്ടുപോയി. കാരണം ഇതൊക്കെ പെട്ടെന്ന് എടുക്കുന്ന വീഡിയോസ് അല്ലേ, സ്പോണ്ടേനിയസ് ആയിട്ട് എടുക്കുന്ന വീഡിയോസാണ്. അപ്പോൾ ആ ഒരു നിമിഷം നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഈ ഒരു മൊമെൻറ്റ് നമുക്ക് വീണ്ടും റീക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ്. അപ്പോൾ അങ്ങനെ ഒരു
അബദ്ധം പറ്റി, അതുകൊണ്ടാണ് ഇതിൽ സൗണ്ട് ഇല്ലാതെ പോയേട്ടോ. അപ്പോൾ അപ്പം വന്നപ്പോൾ അതേ ഒരു ചാർജർ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് അമ്മയ്ക്ക് എമർജൻസി ലൈറ്റ് മേടിച്ചില്ലായിരുന്നോ, അത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് അഡാപ്റ്റർ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു അഡാപ്റ്ററും കേബിളും കൂടെ ഒരുമിച്ചാണ് മേടിച്ചത്. ഇതെല്ലാം നല്ല വെയിലത്തിട്ട് ഉണങ്ങിയതേ. അയ്യോ എടുക്കാൻ ചൂട് 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 വെയിലത്തൊന്ന് മാറിക്കോ. എനിക്ക് വെയിൽ കൊള്ളണേനല്ല, ഈ വെയിൽ കൊണ്ടാലും നമുക്ക് വിഷയമില്ല. പുട്ട് കുറ്റി പുട്ട് ഇത് ഞാൻ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിലുള്ളപ്പോൾ ഒന്ന് വെയിലത്ത് വെക്കും, നല്ല വൃത്തിയായിട്ടിരുന്നു. കൊണ്ടോക്കട്ടെ, നല്ല ചൂടാണ് ഇത്. ഞാൻ ഒരെണ്ണം പിടിക്കാം. അങ്ങനെയല്ല, നീ പിടിക്കില്ല, ഭയങ്കര ചൂടാ. ഒരു പേപ്പർ ഓ പേപ്പർ നിര്യാതരായത് മാത്രമേ നോക്കിയോളൂ. ഞാൻ അമ്മേനെ എപ്പോഴും കളിയാക്കണതാട്ടോ. അമ്മ നോക്കണ പേജ് നിര്യാതരായിട്ടാണ് ആദ്യം നോക്കണേന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഞാൻ അമ്മേനെ കളിയാക്കണം. പക്ഷേ ഞാൻ പറയാറുണ്ട്, നിര്യാതരായത് നോക്കണത് എപ്പോഴും നിങ്ങളെ രണ്ടുപേരും കളിപ്പിക്കും. ഒരു കാര്യമുണ്ട്, അപ്പ ജോലിയിലിരുന്നപ്പോഴും ജോലിയിൽ നിന്ന് റിട്ടയർ ചെയ്തതിന് ശേഷം ഒരുപാട് റിപ്പോർട്ടുകൾ വാട്സപ്പിൽ വരാതെ ഇതിൽ വന്ന് പോകേണ്ടതായിട്ടുള്ള, ചിലതിൽ ഞാനും പോവും, അപ്പയ്ക്ക് അസൗകര്യമാണെങ്കിൽ ചിലതിൽ അപ്പ ലീവ് എടുത്തു വന്ന് പോയിട്ടുണ്ട്. ലേറ്റസ്റ്റ് 2 പോകേണ്ടതുണ്ടായിരുന്നു, 2 പോയി. ഇവിടെ അടുത്ത് തന്നെ മുളന്തുരുത്തിലെ ഒരു ചേച്ചി മരിച്ചത്, അത് നമ്മൾ അറിഞ്ഞില്ലായിരുന്നു. മാലിഗ്നൻ്റ് ആയിട്ട് ഇരിക്കുമായിരുന്നു, അത് നമ്മൾ അറിഞ്ഞില്ലായിരുന്നു കേട്ടോ. പത്രവാർത്ത വന്നപ്പോഴും അപ്പം ഞാൻ പറഞ്ഞു, ഇത് ആ ചേട്ടൻ്റെ ഭാര്യ, അതിനെന്നാ പോലും അവൻ്റെ ഭാര്യയ്ക്ക് പറ്റിയെന്ന് പറഞ്ഞ് വേഗം പോയി. അപ്പം ഞാൻ ചോദിച്ചു, ഇപ്പൊ നിര്യാതരായത് പറയണതല്ലേ എല്ലാവർക്കും തമാശ, ഇപ്പൊ ഇതിൽ വന്നപ്പോ മനസ്സിലായി തമാശ അല്ല, ആ വാർത്ത നോക്കണത്. ആ വാർത്തയാണ് അമ്മ ഏറ്റവും ആദ്യം നോക്കണതാണ് തമാശയായിട്ട് പറയാം. ഏറ്റവും ആദ്യം നോക്കണതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമർജൻസി പോകേണ്ടതുണ്ടെങ്കിൽ വിടാൻ വേണ്ടി നോക്കണം. രാവിലെ പേപ്പർ 5:45 വരുമല്ലോ, 5:00 പേപ്പർ നോക്കുവാണെങ്കിൽ ഫ്രണ്ട് പേജ് ഒക്കെയാണ് അതെ, 5:45 പേപ്പർ വന്നു കഴിഞ്ഞാൽ ഞാൻ ഫ്രണ്ട് പേജ് അങ്ങ് മറിക്കും. അകത്ത പേജിലേക്ക് ആദ്യം വിടും. അത് കഴിഞ്ഞ ഫ്രണ്ട് പേജ് എന്നാന്ന് ഓടിച്ചു നോക്കി വെച്ച് എന്റെ വേലയ്ക്ക് പോകും. അങ്ങനെ ആരും ഇതുവരെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് അത് പറഞ്ഞ് അമ്മേനെ കളിയാക്കണേ കേട്ടോ. നഖം വീണ്ടും ചെടി വെട്ടിയതാ. ചെടി എന്ന് പറഞ്ഞ ഒരു പന്നല് ചെടി വെട്ടിയതാ. അപ്പൊ ആ വെട്ടുകത്തിയുടെ അറ്റം കൊണ്ടതാ. നഖം തന്നെ ഇന്നാളത്തെ പോലെ കുറച്ച് ഇതായി പോയി, ബാൻഡേഡ് വെച്ച് വെക്കും, അതിനുള്ളതേ ഉള്ളൂ. ഇനി നഖം പഴയതുപോലെ വരണം. നഖത്തിനിട്ടാണ് എപ്പോഴും കയറിപ്പിടുത്താം. ഓക്കെ, അത് കഴിഞ്ഞാ പിന്നെ ഫോൺ നോക്കും. ഫോണിലും വരും ഇങ്ങനെയുള്ള ഫോണിൽ വരും. ഫോണിൽ നോക്കണ പ്രധാനമായിട്ട് ഇവിടുത്തെ ഫാമിലി, എൻ്റെ ഫാമിലി, പിന്നെ നമ്മുടെ റെസിഡൻസ് ഗ്രൂപ്പ്, പിന്നെ എൻ്റെ അമ്മയുടെ ഫാമിലി ഗ്രൂപ്പിൽ നോക്കും. അത്രയും നോക്കിക്കഴിഞ്ഞാൽ പിന്നെ വേറെ അതിൽ വരുമെങ്കിലും ചിലപ്പോൾ വിളിക്കാൻ വിട്ടുപോയി, ചിലപ്പോൾ നമ്മൾ എമർജൻസി ഒന്ന്. പിന്നെ റെസിഡൻസിൽ നിർബന്ധമായിട്ട് നോക്കും. കാരണം 58 വീട്ടുകാരൊക്കെയുണ്ട് നമ്മുടെ അസോസിയേഷൻ. ഇവിടെ ആ അസോസിയേഷനിൽ ചിലപ്പോൾ വിളിച്ചു പറഞ്ഞെന്നിരിക്കൂല, പ്രസിഡന്റോ സെക്രട്ടറിയോ അല്ലെങ്കിൽ കമ്മിറ്റിയിലുള്ള ആരെങ്കിലും ഇതിൽ വാർത്തയായിരിക്കും ഇടുന്നത്. അത് പെട്ടെന്ന് നമ്മൾ അറിയണം. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ അടുത്ത വീടുകളിൽ നിന്ന് ചിലപ്പോൾ അറിയിക്കും. എന്നാൽ ചിലപ്പോൾ അവർ പറയും, ചേച്ചി വാട്സപ്പിൽ കണ്ടോണ്ട് പറയാഞ്ഞെന്ന് പറയും. അപ്പൊ അങ്ങനെ അതും നമ്മൾ നിർബന്ധമായിട്ട് നോക്കണം. നമ്മുടെ പരിസരവാസികളല്ലേ, നമ്മുടെ ആകപ്പാടെ ഇത്രയും വീട്ടുകാരുണ്ട്, ശരിക്കും ഒരു ഫാമിലി പോലെ എല്ലാവരുമായിട്ട് ഇടപഴകി. അപ്പൊ നമ്മളത് നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പൊ ഇതൊക്കെയാണ് പരിപാടികളാ, ജനറൽ ആയിട്ടുള്ള സോഷ്യൽ പരിപാടി. എന്റെ ഇപ്പൊ കുട വെച്ചൊന്ന് പോവാൻ, മഴ പെയ്യണല്ലോ, മഴയൊന്നും വീഴാനാണ്. മഴ വൈകുന്നേരം ഏതായാലും നടക്കാൻ പോകുമ്പോൾ അത് വെച്ച് പോകാൻ പറ്റൂല, ആൾക്കാർ ചിരിപ്പിക്കൂലേ. മഴയില്ല വെയിലില്ലാത്തപ്പോ ചേച്ചി തന്നെ ഇതും കണ്ടെന്ന്. വെയിലുണ്ടെങ്കിൽ ഒന്ന് പോവായിരുന്നു. കൃത്രിമ മഴ പെയ്ച്ചാലോ, അത് വേണ്ട. ഇന്നോ നാളെയൊക്കെ മഴ പെയ്യും എന്തായാലും, അന്നേരം വെക്കാന്നൊക്കെ. ഓക്കെ, അപ്പോൾ ഉച്ചത്തേക്കുള്ള ചോറ് വാർക്കാൻ പോവാണ്. നമ്മളൊരു വീഡിയോയിൽ ചോറ് വാർക്കുന്നതിന് മുന്നേ അതിലിതേ കഞ്ഞിവെള്ളം കണ്ടപ്പോൾ നമ്മുടെ ഒരു വ്യൂവർ പറഞ്ഞു, അയ്യോ കഞ്ഞിവെള്ളം കണ്ടിട്ട് അപ്പം തന്നെ കുടിക്കാൻ തോന്നുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ നിങ്ങളെ കഞ്ഞിവെള്ളം കാണിച്ചതാണ് കേട്ടോ. കുടിക്കാൻ ആർക്കെങ്കിലും ഒക്കെ തോന്നുന്നുണ്ടോ കണ്ടിട്ട്? അപ്പോൾ ഇതേ കഞ്ഞിവെള്ളമൊക്കെ വാർക്കാനായിട്ട് വെക്കുകയാണ്. ഇനി ഉച്ചയാകുമ്പോഴേക്കും നമുക്ക് ചോറുണ്ടണമല്ലോ, അപ്പോൾ അതാണ് സംഭവം. കഞ്ഞിവെള്ളത്തിൽ കുറച്ച് ഉപ്പുനീര് തളിച്ചു വന്നിട്ട് സ്വല്പം വെള്ളം ഒഴിച്ച്, സാധാ വെള്ളം, ചൂടുവെള്ളമൊന്നുമല്ല. കാരണം നല്ല തിളച്ച ചൂടുള്ള കഞ്ഞിവെള്ളം നിങ്ങൾ കണ്ടല്ലോ. എന്നിട്ട് ഇച്ചിരി കുടിക്കുക കേട്ടോ, നേർപ്പിച്ച് കുടിക്കുന്നതാ. ഞാൻ എപ്പോഴും ഇത് കുടിക്കാറുണ്ട്, നേർപ്പിച്ചെടുക്കും, തെളി മാത്രം. അപ്പൊ പിന്നെ വേറെ കൊഴുപ്പിന്റെ വിഷയമില്ലല്ലോ. അത് കാരണം എനിക്കിഷ്ടം ഇങ്ങനെ കഞ്ഞിവെള്ളം കുടിക്കുന്നത്. എല്ലാരും പറയില്ലേ കഞ്ഞിവെള്ളം കാണുമ്പോ കൊതി വരുമെന്ന്. ഈ ഒരു സാധനം കണ്ടിട്ടുണ്ടോ? കൊടയാണോടി? കൊടയോ? ഒരു കൊട മേടിച്ചതിന്റെ ക്ഷീണം മാറിയിട്ട്. അയ്യോ, ആ കൊടയൊന്ന് വെച്ച് വെയിലത്തൊന്ന് നിക്കണമല്ലോ. ജയലക്ഷ്മി നമ്മുടെ സ്ഥിരം ഒരു സബ്സ്ക്രൈബർ
എഴുതിയിട്ടുണ്ടായിരുന്നു അവർക്കും മേടിക്കാം. റീന. പിന്നെ വേറെ നമ്മുടെ ഒരു സ്ഥിരം സബ്സ്ക്രൈബർ ജയലക്ഷ്മി അല്ല, ജയ വെച്ചൊരു പേരുണ്ടല്ലോ, ആ പുള്ളിക്കാരി എഴുതിയായിരുന്നു നല്ല ഗിഫ്റ്റ് ആട്ടോന്ന് കൊടുത്തത്, അമ്മയ്ക്ക് പറ്റിയതാണ്. ഇത് എന്നതാ പോലും കോസ്മോസ്, അത് അവിടെ നിന്നാ മേടിച്ചത്. അതാ ഇടപ്പള്ളി കോസ്മോസ് എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ നിന്നല്ലേ. അവിടെ ജലദോഷം ഒന്നും അല്ലാതെ മൂക്ക് കടിക്കണോണ്ട് ഞാൻ ഇങ്ങനെ കാണിക്കണം. ചിലപ്പോ ഇങ്ങനെ കാണിക്കുമ്പോ ഒരുപാട് പേര് പറയും മൂക്ക് ഇങ്ങനെ കാണിക്കണമെന്നാ. അത് ഇന്നാളൊരു വീഡിയോയിൽ ആരോ പറഞ്ഞു മൂക്കെന്നാ ഉരച്ചേച്ച് കൈ കൊണ്ട് തൊട്ടുന്നു. എനിക്ക് ഒരു ജലദോഷം ഇല്ലതേ മൂക്ക് കടിക്കണ്ട, ആരോ എന്നെ പറ്റി പറയണ്ടതാ. ഭയങ്കര കടിയാണല്ലോ ഒച്ച. പറയാനാണോ ആൾക്കാരില്ലാത്ത? ഭയങ്കര കടി. ഇത് എന്നാന്ന് പറ്റി എനിക്ക് മനസ്സിലായില്ല. കോസ്മോസ് കട ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ ഇടപ്പള്ളിയിലേക്ക് അങ്ങനെ പോക്കില്ല. 149 രൂപയുടെ സാധനം. ഞാനത് 100 രൂപയ്ക്കാ കിട്ടിയത്. ഞാനത് ചോദിച്ചതെന്നു വെച്ചാൽ ഇപ്പൊ ഈ കുഞ്ഞു പോപ്പിക്കൂടെ നാനോക്കൂടെ ഇല്ലേ, അതാണോന്ന് എനിക്കൊരു ഡൗട്ട് തോന്നി. നിനക്കുണ്ടല്ലോ കുട. പിന്നെ ഇതേതാണ്ട് ഒരു കവറാണല്ലോ, ക്യാമറയുടെ കവറാണോ ഓടി? അല്ല അതൊന്നും അല്ല. എടുക്കാവോ ഇതിന്നാ? എടുത്തോ, ശരിക്കും ഞാൻ വലിച്ചെടുത്തോ. ഇങ്ങനെയൊന്നും വിളിച്ചാൽ ശരിയാവില്ല. ഇത് ഇതെന്നാ ഇത് എന്നതാ പോലും, എനിക്കൊരു ഐഡിയ ഇല്ല ഇതെന്നാ. അത് മൊത്തം ഊരി എടുത്തോ. അതിന്ന് കവറ് മാറ്റാൻ പറ്റൂല. മാറ്റാൻ പറ്റൂല. നീ മാറ്റെന്ന് പറഞ്ഞാൽ അത് കീറിപ്പോലെ. ഇൻബിൽറ്റ് അതെ, അത് ഇൻബിൽറ്റ് ആട്ടോ അതിന്റെ കവറ്. അതുകൊണ്ട് ഞങ്ങൾ വേറെ ഒന്നും ചെയ്തില്ല. കാരണം അത് മൊത്തം ഊരി പോരാൻ പറ്റില്ല, സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന. അപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് അത് മിസ്സാവില്ല. അതിന് വേണ്ടിട്ടാ. കണ്ടോ, ഉപയോഗം കഴിഞ്ഞിട്ട് ഇത് ചുരുട്ടി കൂട്ടി ഇതിന്റെ ഉള്ളിൽ വെച്ചിട്ട് സിബ് ഇട്ട് വെക്കാം. പക്ഷെ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും ചുരുട്ടി കൂട്ടി. എന്നാന്ന് വെച്ചാൽ ഇത് എനിക്ക് തോന്നണതില്ലേ, ആവശ്യം കഴിയുമ്പോ ഇത് എന്നാന്ന് പറഞ്ഞില്ല. ഇത് ബാഗിന്റെ റെയിൻകോട്ടാ. അമ്മ സാധാ മനുഷ്യരുടെ റെയിൻകോട്ടല്ലേ കണ്ടിട്ടുള്ളൂ, ബാഗിന് റെയിൻകോട്ട് കണ്ടിട്ടുണ്ട്. പണ്ടൊരു എണ്ണം മേടിച്ചില്ലേ? പണ്ട് മേടിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഇങ്ങനത്തെ അല്ലായിരുന്നു. കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു. ഇത് കുറച്ചുകൂടി നല്ലതാണ്. ഞാൻ അങ്ങനെ ക്വാളിറ്റി ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ. ഇത് ഞാൻ അങ്ങനത്തെ ഇത് കണ്ടിട്ടില്ല. പണ്ട് നീ മേടിച്ചപ്പോ ഒരെണ്ണം കണ്ടതല്ല. അത് ഇത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആവശ്യം കഴിയുമ്പോൾ ഒരു കവറിലിട്ട് വെക്കുമായിരിക്കും നല്ലത്, കട്ടിയുള്ള ഒരു കവറിൽ. കാരണം ഇത് എപ്പോഴും സ്പീഡിൽ ചെയ്യുമ്പോ ചിലപ്പോ നമുക്ക് കവറിൽ ചുരുട്ടി കൂട്ടാൻ പറ്റണോ. അത് തന്നെയല്ല, രാവിലെ പോകാൻ നേരത്ത് തൂക്കിക്കൊണ്ട് പോകണോ, പിന്നെ വൈകുന്നേരം ഇത് കഴിഞ്ഞ് എടുത്ത് വെക്കുമ്പോഴും ഒക്കെ സ്പീഡപ്പിൽ നടക്കൂലാതെ. അപ്പൊ ഒരു നല്ല കവറിലിട്ട് വെച്ചാൽ അത് സേഫാ. അപ്പൊ ബാഗിൽ നനയോ ഇല്ല, അകത്തേക്ക് ഇത് വെച്ചാൽ മതി. അപ്പൊ ബാഗ് വേണമെങ്കിൽ ബാഗിലൊന്ന് ഇട്ട് വേണമെങ്കിൽ കാണിക്കാം. അപ്പൊ ഇതാണ് ബാഗിന്റെ ഫ്രണ്ട്. എങ്ങനെ ഇടണ്ടേന്നറിയോ? ഇല്ല, ഇത് ഇങ്ങനെ വെക്കുമ്പോൾ ഇതിന്റെ ബാക്കിലുള്ള വള്ളിയില്ലേ, അതിനകത്തേക്ക് ഇത് കൂട്ടിക്കെട്ടണം. ബാക്കിൽ വള്ളി ഇല്ലേ? ഉണ്ടല്ലോ. ഇത് ബാക്കിലൊരു നോബുണ്ട്, ഇതിലേക്ക് കൂട്ടിക്കെട്ടണം. ശരിക്കും അങ്ങ് വലിച്ചിടണത്. ഇനിയിപ്പോ ഞാനത് കടത്താൻ നോക്കിയിട്ട് ഞങ്ങൾ ഇതുമായിട്ട് യൂസ്ഡല്ലാത്തോണ്ട് നടന്നില്ല കേട്ടോ. ഇവിടെ തന്നെ അത് കടത്തി. എന്നിട്ട് ഇതിന്റെ ലോക്കിംഗ് സിസ്റ്റം ഉണ്ട്. ഇങ്ങനെ അങ്ങ് ലോക്ക് ചെയ്തിട്ടാ മതി. കണ്ടോ, അടിയിന്ന് മുകളിലേക്ക് ഇങ്ങനെ ലോക്കിംഗ് എങ്ങനെ കടന്നോളൂ. ഇനിയിപ്പോ എന്നിട്ട് ബാക്കിലേക്ക് ഇങ്ങനെ ഇടും, ടൈറ്റ് ആക്കി ഇടാം. കണ്ടോ? മനസ്സിലായി. അതെങ്ങനെ വേണമെങ്കിലും ആക്കാം, ബാഗിന്റെ ഒക്കെ ഇതുപോലെ അല്ലേ. കണ്ടോ, മനസ്സിലായി. എന്നിട്ട് ബാഗ് അങ്ങ് തൂക്കിയാ മതി. അമ്മ എണീക്കുമ്പോ ഒന്ന് തൂക്കി കാണിക്കാം. ഞാൻ എണീക്കും, എനിക്ക് ബാഗ് തൂക്കാനും മറ്റും പറ്റൂല. ബാക്കിലൊക്കെ തൂക്കിയാ മതി. കണ്ടോ, ഇങ്ങനെ ഇരിക്കും, ഒട്ടും നനയില്ല. ഒട്ടും നനയില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു ഗുണം. എനിക്കത് ഇഷ്ടപ്പെട്ട്. നല്ല രസമുണ്ട്. ബാക്കിൽ ഇങ്ങനെ ഇരുന്നു. പിന്നെ വേണമെങ്കിൽ ഒരു കുട ചൂടാലോ. കുട എന്തായാലും വേണമല്ലോ. ഇത് ബാഗിന് മാത്രമേ. ശരിയാ, കുട വേണം. പിന്നെ ഒരു പ്രശ്നവും ഇല്ല, സംഗതി സേഫാ. പക്ഷെ 100 രൂപയ്ക്ക് ഇത് കൊള്ളാട്ടോ. 100 രൂപയ്ക്ക് ലാഭം. ഒരു സീസണിലേക്കാണെങ്കിലും ഇത് ലാഭ. എന്നാണെങ്കിലും ബാഗ് നനയൂലല്ലോ. നേരത്തെ എന്റെ ഇവിടം വരെ ഉണ്ടായിരുന്നുള്ളൂ വലിപ്പം അല്ലേ. എന്നിട്ട് അതിങ്ങനെ വലിച്ചിടുമ്പോ ഈ ഭാഗം മൊത്തം നനയുമായിരുന്നു. ഇത് ആ പ്രശ്നമില്ല. അതുകൊണ്ട് ഇത് ഇവിടെ ഫുള്ള് കവറായിട്ട് കിടക്കും. ഇങ്ങനെ നമ്മൾ വലിച്ചിടുവല്ലേ, അപ്പൊ ഫുള്ള് ഇങ്ങനെ കിടന്നോളും. അതുകൊണ്ട് എനിക്കത് ഭയങ്കര നല്ല സൗകര്യമായിട്ട് തോന്നി. പിന്നെ എന്നാന്ന് വെച്ചാൽ കുടയുള്ളത് കൊണ്ട് ബാലൻസ് ഭാഗം കുഴപ്പമില്ല. തലയും നമുക്ക് നനയാതെ കുടയാണല്ലോ. അതെ, അപ്പൊ കൊള്ളാം, നല്ലതാ. എനിക്ക് എന്നാന്ന് ഒരു ഐഡിയയും കിട്ടിയില്ലായിരുന്നു. ഇത് കുറച്ചുകൂടി നന്നായിട്ട് അകത്തേക്ക് കയറി ഇരുന്നോളൂ കേട്ടോ. ഇതിപ്പോ ബാഗിന്റെ സ്ട്രാപ്പ് ഭയങ്കര ലൂസായി കിടക്കണോണ്ടാണ് ഇടയ്ക്ക് ചുളിഞ്ഞൊക്കെ അത് നടുവിലായിട്ട് ഇരിക്കുന്നത്. പിന്നെ നമ്മളത് ഇടാനായിട്ട് എടുക്കുമ്പോൾ കുറച്ചുകൂടി വൃത്തിക്ക് അത് ഇരുന്നോളും കേട്ടോ. ഞാനത് യൂസ് ചെയ്തു, അതാ ഞാൻ പറഞ്ഞേ.
അപ്പോൾ ഇത് കണ്ടോ 149 പ്രിന്റഡ് പ്രൈസിന്. പക്ഷെ ഞാൻ മേടിച്ച സമയത്ത് ഓഫർ ഉണ്ടായിരുന്നു, അതാ 100 രൂപയ്ക്ക് എനിക്ക് കിട്ടിയത്. പിന്നെ അതേ ഉപയോഗം കഴിഞ്ഞ് ഇതിന്റെ ഉള്ളിലേക്ക് ഈസി ആയിട്ട് നമുക്ക് ചുരുട്ടിക്കൂട്ടി വെക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഭയങ്കര കൺവീനിയന്റ് ആയിട്ട് തോന്നി. ഞാൻ ഇപ്പോൾ കഴിക്കുന്ന ഡിന്നർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇത് ഒരു ബ്രൊക്കോളി വെജിറ്റബിൾ സാലഡ് ആണ് കേട്ടോ. വേറൊന്നുമില്ല, നമ്മുടെ ബീൻസും ക്യാരറ്റും ഒരു സ്വല്പം മഞ്ഞപ്പൊടിയും സ്വല്പം കുരുമുളക് പൊടിയും ഒരു സ്വല്പം ഉപ്പും ഇട്ടിട്ട് വഴറ്റും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ബ്രൊക്കോളി ഇട്ടിട്ടൊന്ന് വഴറ്റും. പിന്നെ കുറച്ച് പനീർ നേരത്തെ നെയ്യിൽ വഴറ്റി വെച്ചത് അതും കൂടെ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്, അത്യാവശ്യം നല്ല ഫില്ലിംഗ് ആണ് കേട്ടോ. പിന്നെ ഞാൻ എപ്പോഴും വൈകിട്ട് കഴിക്കാൻ ഇത്തിരി ഡിലേ ആവുന്ന കാരണം ഇതുപോലെ എന്തെങ്കിലും സിമ്പിളായിട്ടുള്ള കുറച്ച് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ആഹാരമാണ് ഞാൻ ഡിന്നർ കഴിക്കുന്നത്. എനിക്കിഷ്ടമാണ് ഇങ്ങനെയൊക്കെ കഴിക്കാൻ. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വിശേഷം, വേറെ ഒന്നുമില്ല. ഇതിനൊരു കുഞ്ഞു വ്ളോഗായിട്ടാണ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വേഗം ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പേജ് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ, ടേക്ക് കെയർ, സീ യു.